ഞാൻ പഠിച്ച സയൻസ് വെച്ചിട്ട് ദൈവമൊന്നും ഇല്ലല്ലോ. ശരിയാണ് പുള്ളേ, ദൈവമൊന്നും ഇല്ല. ഇയാളാരാ? ഞാന് വലിയൊരു സയന്റിസ്റ്റ്. നിന്നെ ഞാനാണ് പഠിപ്പിച്ചത് സയൻസ്. അപ്പൊ ഇയാളുടെ കൂടെ വന്ന് എനിക്ക് വലിയ വലിയ സയന്റിസ്റ്റിനെയൊക്കെ കാണാൻ പറ്റുമോ? അമരഞ്ഞിവിടെ ഇല്ല. അമരൊക്കെ പരീക്ഷയിൽ തോറ്റ്. അവന്റെ പേപ്പർ എടുത്ത് നോക്കിയപ്പോ അവ ദൈവം ഉണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നു. ബാ നമുക്ക് പോവാം. നമ്മൾ എങ്ങോട്ടായി പോകുന്നേ? എന്റെ മക്കള് കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായല്ലേ, മക്കൾക്ക് ഒരു ഓയിൽ മസാജ്. ബാ. ഇവിടെ എന്ത് ഇത്ര ചൂട്? അത് പിന്നെ എണ്ണ തിളച്ചിട്ടുണ്ട് മോനെ. നമ്മുടെ ജീവിതത്തിലെ ചില മൊമെന്റ്സ് നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റിക്കളയും. എന്റെ കാര്യത്തിൽ അതൊരു റീലിൽ നിന്നായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ റീലിലെ ഇദ്ദേഹത്തിന്റെ പ്രകടനം എന്നെ ഒരു വിശ്വാസിയാക്കി മാറ്റിയിരിക്കുകയാണ്. അത്രയും റിയലിസ്റ്റിക് ആയിട്ടുള്ള പെർഫോമൻസിലൂടെ അവിശ്വാസികളെ സാത്താൻ മരണത്തിനു ശേഷം എങ്ങനെയായിരിക്കും സ്വീകരിക്കുക എന്ന് ഇദ്ദേഹം കാണിച്ചിരുന്നുണ്ട്. അവിശ്വാസിയായി നിങ്ങൾ ഇത് കണ്ടിട്ടും അവിശ്വാസിയായി തന്നെ തുടരാനാണ് പ്ലാൻ എങ്കിൽ സാത്താന് പോലും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പൊതുവെ റീല് തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ സമയം കളയുന്ന ഫീൽ കാരണം കുറ്റബോധമാണ് തോന്നാറുള്ളത്. പക്ഷേ ഇൻസ്റ്റ തുറന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ലൈഫ് ആൾട്ടറിംഗ് ആയിട്ടുള്ള റീൽസ് മിസ്സായി പോകില്ലേ? അത് കാരണം ഇപ്പോൾ ആകെ കൺഫ്യൂഷനായി. ഇനിയിപ്പോൾ വിശ്വാസിയാകാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഏത് ദൈവം, ഏത് മതം, അതിന് ഏത് ഗ്രൂപ്പ്, ഇതൊക്കെ തീരുമാനിക്കാനും ഇതുപോലുള്ള റീൽസിലൂടെ ദൈവം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ.